നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ വിസ കാലാവധി കഴിഞ്ഞ ശേഷം തുടരുന്നത് നിയമലംഘനമാണ്. പിടിക്കപ്പെട്ടാൽ കനത്ത പിഴ ഈടാക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ 5 വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിസ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് 6 മാസം തുടരാൻ അനുമതിയുണ്ട്. UAE-യിലെ പുതുക്കിയ വിസ സംവിധാനം അനുസരിച്ച് വിസ കാലാവധി അവസാനിച്ച ശേഷമോ അല്ലെങ്കിൽ അത് റദ്ദാക്കിയ ശേഷമോ 6 മാസം UAE-യിൽ തുടരാൻ 5 വിഭാഗത്തിൽപ്പെട്ട വിസ ഉടമകൾക്ക് അനുമതിയുണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു. ഗോൾഡൻ വിസക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും, ഗ്രീൻ വിസയുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും, രാജ്യത്ത് താമസിക്കുന്ന വിദേശിയുടെ വിധവയോ അല്ലെങ്കിൽ വിവാഹമോചിതയോ, പഠനം അവസാനിച്ച വിദ്യാർത്ഥികൾ, രാജ്യത്തെ ഒരു സർവകലാശാലയോ കോളേജോ സ്പോൺസർ ചെയ്യുന്നവർ എന്നിവരാണ് ഈ 5 വിഭാഗത്തിൽപ്പെട്ടവർ. കൂടാതെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ 1ഉം 2ഉം തലങ്ങളിൽപ്പെട്ട വിദഗ്ധ പ്രൊഫഷനുകളിലുള്ള താമസക്കാർക്കും വിസ കഴിഞ്ഞും 6 മാസം UAE-യിൽ തുടരാൻ അനുമതിയുണ്ട്. 3 മാസത്തേക്ക് UAE-യിൽ താമസിക്കാൻ 2 വിഭാഗങ്ങൾക്ക് അനുവാദമുണ്ടെന്നും ICP കൂട്ടിച്ചേർത്തു. വിദഗ്ധ പ്രൊഫഷനുകളിലുള്ള താമസക്കാരും പ്രോപ്പർട്ടി ഉടമകളുമാണിവർ. ഗ്യാരണ്ടറോ ഹോസ്റ്റോ ഉള്ള വിസ ഉടമകളുടെ UAE-യിൽ താമസിക്കാനുള്ള കാലാവധി 30 ദിവസത്തിന് പകരം 60 ദിവസമാക്കി പരിഷ്കരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. റെസിഡൻസ്, അതുപോലെ വീട്ടുജോലിക്കാർ, കുടുംബാംഗങ്ങൾ, ഗ്യാരണ്ടറോ അല്ലെങ്കിൽ ഹോസ്റ്റോ ഉള്ള മറ്റ് വിസ ഉടമകൾ എന്നിവർക്കാണ് ഈ ആനുകൂല്യം. ദുരന്തങ്ങളും യുദ്ധങ്ങളും അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ വിസ ഉടമകൾ, വെർച്വൽ തൊഴിൽ ദാതാക്കൾ, അതുപോലെ നിക്ഷേപകർ, പാർട്ട്ണർ എന്നിവരുടെ വിസ കാലാവധിയായാലോ അല്ലെങ്കിൽ റദ്ദാക്കിയാലോ 30 ദിവസം രാജ്യത്ത് തുടരാൻ അനുവാദമുണ്ട്. പുതിയ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വെബ്സൈറ്റും സ്മാർട്ട് ആപ്ലിക്കേഷനും ആക്സസ് ചെയ്ത് ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിയാനും അവയ്ക്കായി അപേക്ഷിക്കാനും ICP അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നൽകുന്നതിനുള്ള സേവനം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിദേശകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി ഒരുക്കിയ സ്റ്റഡി ഇൻ സൗദി അറേബ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിദ്യാഭ്യാസ വിസ അനുവദിക്കുന്നത്. റിയാദിൽ നടന്ന ഹ്യൂമൻ കപ്പാസിറ്റി ഇനിഷ്യേറ്റീവ് സമ്മേളനത്തോടനുബന്ധിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി യൂസഫ് അൽ ബുനിയാൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ സൗദിക്കകത്തും പുറത്തുമുള്ള വിദേശികൾക്ക് രാജ്യത്തെ വിവിധ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഹ്രസ്വകാല കോഴ്സുകൾക്ക് അപേക്ഷിക്കാനും വിസ നേടാനുമാകും. പ്ലാറ്റ്ഫോമിൽ വിവിധ ഭാഷകളിൽ സേവനം ലഭ്യമാണ്. സൗദിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടപടികൾ സുഗമമാക്കുന്നതാണ് ഈ പോർട്ടൽ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.